അവർക്കെല്ലാം അതൊരു നല്ല സ്ഥാനം ലഭിക്കുന്ന മരണമാണ്. നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ കയറി വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അറഅയ്ത, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇൻ ജാഅ റജുലുൻ യുരീദു അഖ്ദ മാലി, എന്റെ പണം കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ, എന്റെ സ്വത്ത് കവർന്നെടുത്ത് കൊണ്ടുപോകാൻ ഒരാൾ എന്നെ സമീപിക്കുന്നു എങ്കിൽ നബിയേ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഞാൻ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലാ തുഅ്തിഹി മാലക, കൊടുത്തു പോകരുത് കേട്ടോ, മുതൽ വിട്ട് കൊടുക്കരുത്, ധനം കൊടുത്തു പോകരുത്. ആ സമയത്ത് സഹാബി ചോദിക്കുകയാണ്, അറഅയ്ത ഇൻ ഖാതലനി, ആ കൊള്ളക്കാരൻ ഞാൻ കൊടുക്കാതെയായപ്പോ എന്നോട് പോരാട്ടത്തിന് തുനിഞ്ഞാലോ, ഞാനുമായി സംഘട്ടനത്തിന് വന്നാലോ, ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ പണം വിട്ടു കൊടുക്കണോ? നബി തങ്ങൾ പറയുന്നു, വേണ്ട, ഖാതിൽഹു, നീയും പോരാടിക്കോ, നീയും കഴിയുന്ന മാതിരി പ്രതിരോധിച്ചോ, നീയും കഴിയുന്ന മാതിരി തിരിച്ചടിച്ചോ. അതേ അവസരത്തിൽ പിന്നെയും സഹാബിയുടെ ചോദ്യമാണ്, അറഅയ്ത ഇൻ ഖതലനി, ആ സംഘട്ടനത്തിൽ അയാളെന്നെ കൊന്നുകളഞ്ഞാലോ നബിയേ, അയാളെന്നെ വധിച്ചാലോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എങ്കിൽ ഫഅൻത ഷഹീദ്, ഫഅൻത ഷഹീദ്, നീ ഷഹീദാണ് കേട്ടോ, ഷഹീദിന്റെ പദവിയാണ്. ആ സഹാബി വീണ്ടും ചോദിക്കാണ്, എന്നെ കൊന്നെങ്കിൽ അങ്ങനെ ഷഹീദിന്റെ കൂലിയാണെങ്കിൽ, അറഅയ്ത ഇൻ ഖതൽതുഹു, ഞാൻ അയാളെയാണ് കൊന്നതെങ്കിലോ, എന്റെ പണം തട്ടിപ്പറിക്കാൻ വന്നപ്പോ സംഘട്ടനത്തിൽ ഏർപ്പെട്ടിട്ട് ഞാനങ്ങ് കൊത്തുവെച്ചു കൊടുത്തതാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ സംഘട്ടനത്തിൽ അയാളെ അടിച്ചപ്പോ അയാളങ്ങ് കൊല്ലപ്പെട്ടുവെങ്കിൽ, അങ്ങനെ എന്റെ കൈ കൊണ്ട് അയാൾ വധിക്കപ്പെട്ടാൽ എന്താണ് അയാളുടെ വിധി എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹുവ ഫിന്നാർ, ആ മനുഷ്യൻ നരകത്തിൽ തന്നെ, അവൻ നരകത്തിലാണ്. നീയാണ് കൊല്ലപ്പെട്ടതെങ്കിലോ നീ ഷഹീദാണ്, അയാളെയാണ് നീ കൊന്നതെങ്കിലോ അയാൾ നരകത്തിലാണ്. നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ ധനം ഏറ്റവും വലിയ പ്രശ്നമാണ്, മനുഷ്യന്റെ അഭിമാനം വലിയ പ്രശ്നമാണ്, മനുഷ്യന്റെ രക്തം വലിയ അമൂല്യമാണ്, അനർഘമാണ്, പരിഭാവനമാണ്. അതൊരിക്കലും ഒരാളുടേതും ഹനിച്ചു കളയാൻ പാടില്ല. അഭിമാനം പവിത്രമായതുപോലെ, രക്തം പവിത്രമായതുപോലെ, ധനവും പവിത്രമാണ്, എല്ലാം പവിത്രമാണ്. അതുകൊണ്ട് ആ പവിത്രമായ ധനത്തെയോ രക്തത്തെയോ അഭിമാനത്തെയോ ഒരാൾ തകർക്കാൻ വന്ന നേരത്ത് സംഘട്ടനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ നിലക്ക് മുഅ്മിനായ നിലക്ക് അവൻ മരിച്ചു പോകുന്നുവെങ്കിൽ അവൻ ആ നിലക്കുള്ള പദവിയിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ നോക്കൂ നിങ്ങൾ, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദുൻ, നമ്മൾ വിശദീകരിച്ചു. ഇനി പറയാണ്, വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദുൻ, തന്റെ ആദർശത്തിന്റെ സംരക്ഷണത്തിന്റെ മാർഗത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാലും അവനും ഷഹീദാണ്. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദുൻ, തന്റെ രക്തം ചിന്താൻ വന്നപ്പോ രക്തത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഒരാൾ കൊല്ലപ്പെട്ടതെങ്കിൽ അവനും ഷഹീദാണ്. വമൻ ഖുതില ദൂന കുടുംബത്തെ കയറി പിടിക്കാൻ ഒരുത്തൻ വന്നിരിക്കുകയാണ്, കുടുംബത്തെ അപമാനിക്കാൻ ഒരുത്തൻ വന്നിരിക്കുകയാണ്, ഭാര്യയെ പെങ്ങളെ ഉമ്മയെ അതാ ദ്രോഹിക്കാൻ ഒരുത്തൻ കയറി വന്നിരിക്കുകയാണ്. ആ അവസരത്തിൽ സംഘട്ടനത്തിൽ ഏർപ്പെട്ടിട്ട് ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ആ നിലക്ക് ഞാനങ്ങ് കൊല്ലപ്പെട്ടാൽ, എന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടാലും ഷഹീദ് തന്നെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അള്ളാന്റെ അടുക്കലുള്ള ഷഹീദുകളാണ്. അള്ളാന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, നമുക്ക് ആ നിലക്ക് മാനസികമായിട്ട് അങ്ങനെ കരുതാകുന്ന ചില ലക്ഷണങ്ങളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഒരാളുടെ മരണം ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ,
സൽക്കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ചിലരങ്ങ് മരിക്കുന്നത് കാണാം. നമസ്കരിച്ചു കൊണ്ടിരിക്കെ മരിക്കുന്നവർ, നോമ്പുകാരനായിരിക്കെ മരിക്കുന്നവർ, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മരിക്കുന്നവർ, അങ്ങനെയൊക്കെ ആകുന്നതും ഒരു നല്ല ലക്ഷണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ ഇസ്തഅമലഹു. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറാ, അല്ലാഹു അവന്റെ അടിമയെ കൊണ്ട് വല്ല ഖൈറും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇസ്തഅമലഹു, അവന് കർമ്മം ചെയ്യാൻ അല്ലാഹു ആവേശം കൊടുക്കുന്നു. സൽക്കർമ്മത്തിന് ഒരു ആവേശമുണ്ടാകും, ഒരു സൽക്കർമ്മം ചെയ്യാൻ അവന്റെ മനസ്സിലൊരു മോഹമുണ്ടാകും. ഖാലൂ, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു, എങ്ങനെയാണ് ആവേശമുണ്ടാകൽ, എങ്ങനെയാണ് അമൽ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകൽ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബല മൗതിഹി, അല്ലാഹു അവന് തൗഫീഖ് ചെയ്തു കൊടുക്കുന്നു. ലിഅമലിൻ സാലിഹിൻ, ഒരു സൽക്കർമ്മത്തിന്, ഖബല മൗതിഹി, മരണത്തിന്റെ മുമ്പ്. മരിക്കാനാകുന്ന നേരത്തൊരു കർമ്മം ചെയ്യാൻ ഒരു മോഹം ഉദിക്കുന്നു. ആ നേരത്തെ അവൻ അത് ചെയ്യുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കെ അവൻ മരിച്ചു പോകുന്നു എങ്കിൽ അതൊരു നല്ല ലക്ഷണം തന്നെ, എന്നാലും ഉറപ്പിക്കാവതല്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ലാതെയാണ് ഒരാൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയതെന്ന് കൂട്ടിക്കോ. ഈ നല്ല ലക്ഷണങ്ങളൊന്നുമില്ലാതെ, അതല്ലെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും സംഭവിക്കാതെ ഒരാൾ മരിച്ചു പോയാലും അയാളുടെ ഒരു നല്ല ലക്ഷണവുമില്ല. അതുകൊണ്ട് ആ മുസ്ലിമായിട്ട് അയാൾ മരിച്ചു എന്ന് പറയാൻ പറ്റില്ല, അയാൾ നരകക്കാരനാണെന്ന് പറയാൻ പാടില്ല. ഇനി ഇതൊക്കെ ഒരാളിൽ ഉണ്ടായി, അയാൾ ഉറപ്പാണ് സ്വർഗക്കാരനാണെന്ന് വിധി എഴുതാനും വകുപ്പില്ല. സ്വർഗം ഒരാൾക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ സ്വർഗത്തിലാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലൂടെ ആരെപ്പറ്റിയെല്ലാം സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടോ അവരെപ്പറ്റി മാത്രമേ അവർ സ്വർഗക്കാരാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയൂ. അല്ലാത്ത എല്ലാവരെ കുറിച്ചും നമ്മൾ സദ്വിചാരം വെച്ച് പുലർത്തുക എന്നതേ പാടുള്ളൂ. സദ്വിചാരം വെച്ച് പുലർത്തുക എന്നതാണ് വേണ്ടത്. നിങ്ങൾ നോക്കൂ, മഹദിയായ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹായുടെ ഒരു സംഭവം നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കും. ഉമ്മുൽ അലാ റളിയല്ലാഹു തആല അൻഹ അവരുടെ കീഴിൽ ജീവിച്ചവനായ നല്ലവനായ ഒരു സഹാബിയായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു. ഏറ്റവും വലിയ സഹാബിയാണ്, ഉന്നതനാണ്, തഖ്വയുള്ള മനുഷ്യനാണ്, എല്ലാ നിലക്കും ഉന്നതമായ പദവിയിലെത്തിപ്പോയിട്ടുള്ള മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ ആ ജനാസക്കരികിലേക്ക് മഹദിയായ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ കയറി ചെന്നുകൊണ്ട് പറയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹം അങ്ങേക്കുണ്ടാകട്ടെ, റഹ്മത്തുള്ളാഹി അലൈക. അബസായിബ് ദുആ ചെയ്യുകയാണ്, ഫശഹാദത്തി അലൈക ലഖദ് അക്രമകല്ലാഹ്, ഞാനിതാ സാക്ഷ്യം വഹിച്ചു പറയുന്നു, അങ്ങയുടെ കാര്യത്തിൽ അല്ലാഹു താങ്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അല്ലാഹു താങ്കളെ ആദരിച്ചിരിക്കുന്നു, ഉറപ്പാണ്. ഇതാണ് പറയുന്നത്. ജനാസക്കരികിലെത്തിയപ്പോ ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കുന്നുണ്ട്. അവിടുന്ന് ചോദിച്ചു, ഉമ്മുൽ അലാ പറയുകയാണ്, ഫഖാല ലി അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, വമാ യുദ്രീകി അന്നല്ലാഹ അക്രമഹു, ആരാ നിനക്ക് വിവരം തന്നത്, ആരാ നിന്നെ അറിയിച്ചത് അല്ലാഹു അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ടെന്ന്, അല്ലാഹു അദ്ദേഹത്തെ തീർച്ചയായും ആദരിച്ചിരിക്കുന്നു എന്ന വിവരം ആരാ നിനക്ക് അറിയിച്ചു തന്നത്? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ ദിരീ ബിഅബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, പറ്റിപ്പോയി എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് വിനയത്തോടെ ഉമ്മുൽ അലാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എനിക്കറിയില്ല നബിയേ, ഞാനങ്ങനെ പറഞ്ഞു എന്നേയുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അമാ ഉസ്മാനു ഫഖദ് ജാഅഹു വല്ലാഹി യഖീൻ വഇന്നി ലഅർജു ലഹുൽ ഖൈറ വല്ലാഹി മാ അദ്രീ വഅന റസൂലുള്ളാഹി മാ യുഫ്അലു ബിഹി. എന്താ അവിടുന്ന് പറയുന്നത്?
ഉസ്മാനിന്റെ കാര്യം അദ്ദേഹത്തിന് ഉറപ്പായും ഇപ്പൊ മരണം വന്നിട്ടുണ്ട്, അദ്ദേഹം മരിച്ചിട്ടുണ്ട്, അദ്ദേഹം മരിച്ചിരിക്കുന്നു. അതാണ് യഥാർത്ഥം. വൈന്നീ നിശ്ചയമായും ഞാനും ലാർജൂലഹു അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാനും പ്രതീക്ഷിക്കുന്നു. അൽ ഖൈർ നല്ലതേ ഞാനും വിചാരിക്കുന്നുള്ളൂ. നല്ലത് വരുമെന്നാണ് എന്റെയും പ്രതീക്ഷ, നല്ലതായും സംഭവിച്ചു എന്നത് തന്നെയാണ് എന്റെയും പ്രതീക്ഷ. പക്ഷേ വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം. മാദിരി വഅന റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലാണ് ഞാൻ എന്നിട്ട് പോലും അള്ളാന്റെ റസൂലായിരിക്കെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ, ലാ മാ അദ്രി എനിക്കറിഞ്ഞുകൂടാ, മാ യുഫ്അലു ബിഹി അദ്ദേഹത്തെ കൊണ്ട് എന്താണ് ചെയ്യപ്പെടാൻ പോകുന്നതെന്ന്, അദ്ദേഹത്തെ കൊണ്ട് എന്താണ് റബ്ബ് ചെയ്യാൻ പോകുന്നതെന്ന് റസൂലായ എനിക്ക് പോലും അറിയില്ല കേട്ടോ. ചില റിപ്പോർട്ടുകളിൽ കാണാം വല്ലാഹി